പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷ നേരം കൊണ്ട് അറിയാൻ സാധിക്കും. ചെടികൾ നശിച്ചു പോകാൻ വളരെയധികം ചാൻസ് ഉള്ള സമയമാണ് മഴക്കാലം. ആ മഴക്കാലങ്ങളിൽ നമ്മൾ ചെടികളൊക്കെ സൂക്ഷിച്ചു വെക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അതിനുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാവും തന്നെയാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മഴക്കാലം ആകുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മഴവെള്ളം ഓവറായിട്ട് തട്ടിത്തെറിച്ച് ചെടിയിലേക്ക് വരുന്ന ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ നിന്നെല്ലാം ചെടി നമ്മൾ മാറ്റി വെക്കാൻ ആദ്യം ശ്രമിക്കുക. ഏതെങ്കിലും ഭാഗത്ത് വീടിന്റെ സൈഡിൽ നിന്നൊക്കെ സൺഷെയ്ഡിൽ നിന്നൊക്കെ വെള്ളം തട്ടിത്തെറിച്ച് ചെടിയുടെ മുകളിലേക്ക് നേരിട്ട് പതിക്കുന്ന ഏതെങ്കിലും ഭാഗങ്ങളിൽ ചെടി നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഭാഗങ്ങളിൽ നിന്നെല്ലാം ചെടി മാറ്റി മഴവെള്ളം നേരിട്ട് തട്ടിത്തെറിച്ച് വീഴാത്ത സ്ഥലങ്ങളിലേക്ക് ചെടി മാറ്റി വെക്കുക. അങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുക വെച്ചാൽ ലോലമായിട്ട് തണ്ടുകളുള്ള ചെടികളൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് ഒടിഞ്ഞു പോകാനും പെട്ടെന്ന് ചീഞ്ഞു പോകാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സൺഷെയ്ഡിന്റെ ചൂട്ടിലൊക്കെ ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റി വെക്കാൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, വെള്ളക്കെട്ടുള്ള ഭാഗങ്ങളിലാണ് നിങ്ങൾ ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അവിടുന്ന് മാറ്റാം. കാരണം വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിയാലോ, പെട്ടെന്ന് വെള്ളം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചെടി നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അടുത്ത കാര്യം, നമ്മൾ ഗ്രോ ബാഗിൽ ആവശ്യത്തിന് നീർവാർച്ച ഉറപ്പുവരുത്തണം എന്നാണ്. ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്, ഗ്രോ ബാഗ് നിറച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോ ബാഗിൽ ആവശ്യത്തിന് നീർവാർച്ച ഉറപ്പുവരുത്തിയിട്ടില്ലെങ്കിൽ ചെടികൾ മഴക്കാലങ്ങളിൽ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ചാൻസ് ഒഴിവാക്കാൻ നിങ്ങൾ മണ്ണ് മാത്രം നിറച്ച ഗ്രോ ബാഗ് ആണെങ്കിൽ വേഗം മഴവെള്ളം നേരിട്ട് പതിക്കുന്ന ഭാഗങ്ങൾ, നേരിട്ട് മഴ പെയ്ത് ഡയറക്റ്റ് വീഴുന്ന ഭാഗം എന്നൊക്കെ മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാറ്റി വെക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ചെടിയെല്ലാം ചീഞ്ഞു പോകാൻ ഒരു ചാൻസ് കാണുന്നുണ്ട്. മഴക്കാലം സീസൺ ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദിവസങ്ങൾ തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 ദിവസത്തിൽ കൂടുതലൊക്കെ മഴ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം ഗ്രോ ബാഗിലുള്ള ചെടികളൊക്കെ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. 6 മണിക്കൂർ 5 മണിക്കൂറൊക്കെ മഴ തുടർച്ചയായിട്ട് പെയ്താലും പ്രശ്നമൊന്നുമില്ല, ചെടിക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ 2 ദിവസങ്ങളിലൊക്കെ അടുപ്പിച്ച് മഴ പെയ്യുന്ന ദിവസങ്ങൾ വരാറുണ്ട്. അങ്ങനെ 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ചെടിച്ചട്ടിയിൽ വെള്ളം കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ ചെടി ചീഞ്ഞു പോകാനൊക്കെ വളരെ. അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, മഴക്കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഫംഗസ് രോഗങ്ങൾ ചെടികൾ പ്രത്യക്ഷപ്പെടുക. അപ്പം ആവശ്യത്തിന് മഴയും വെള്ളവും ഈ ഹ്യൂമിഡിറ്റി ഒക്കെ വന്നു കഴിയുമ്പോൾ ചെടികളിൽ സാധാരണയായിട്ട് ഫംഗസിന്റെ ആക്രമണം വരാറുണ്ട്. ഫംഗസ് വന്ന ശേഷം നമ്മളത് പ്രതിരോധിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. പലപ്പോഴും ഫംഗസ് ഒക്കെ വന്ന് ചീഞ്ഞു തുടങ്ങുമ്പോഴാണ് പലപ്പോഴും അത് കാണാറുള്ളത്, ഫംഗസ് ആക്രമിച്ച കാര്യമൊക്കെ. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുക, കുറച്ച് ഫംഗിസൈഡ് ഒക്കെ മേടിച്ച് വെക്കുക. എന്നിട്ട് മഴക്കാലങ്ങളിൽ മാസത്തിൽ ഒരിക്കൽ നിങ്ങൾ ഫംഗിസൈഡ് ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് ചെടികൾക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിൽ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ വളരെ നല്ലതാണ്. അപ്പൊ ചെടിയിൽ ഫംഗസിന്റെ ഒരു രോഗബാധ വരുന്നത് നമുക്ക് തടയാൻ പറ്റും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, മഴക്കാലങ്ങളിൽ ധാരാളം കീടങ്ങൾ നമ്മുടെ ചെടികളൊക്കെ ആക്രമിക്കും. ഇലകൾക്കടിയിലൊക്കെ ധാരാളം കീടങ്ങളൊക്കെ വന്നിരുന്ന് ചെടിയെ ആക്രമിക്കും, ചെടി ഒന്ന് നശിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഒച്ചുകളൊക്കെ മഴക്കാലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യേക ഒരു കാറ്റഗറി ജീവികളാണ്. അപ്പോൾ ഈ ഒച്ചുകളുടെ ശല്യമൊക്കെ ഉണ്ടോ നിങ്ങൾ നോക്കുക. ഒച്ചുകളുടെ ശല്യം ഉണ്ടോ എന്ന് അറിയാൻ നിങ്ങൾ കാര്യം ചെയ്യാം, രാത്രി കാലങ്ങളിൽ മഴയില്ലാത്ത സമയങ്ങളിലൊക്കെ ടോർച്ച് അടിച്ച് ചെടിയിലൊക്കെ ഒന്ന് പരിശോധിക്കുക. നമുക്ക് ഈ രാത്രി കാലങ്ങളിലാണ് ഒച്ചിനെ നമുക്ക് കാണാൻ പറ്റുക. പകൽ സമയങ്ങളിൽ ഒച്ചിനെ കാണാൻ പറ്റില്ല. ഒച്ചി ചെടികൾക്ക് അടിയിലോ മണ്ണിനടിയിലേക്ക് ഊഴ്ന്നിറങ്ങിപ്പോവും. രാത്രി സമയങ്ങളിലാണ് ഇവ ഭക്ഷണത്തിനൊക്കെ ആയിട്ട് പുറത്തിറങ്ങുക. അപ്പൊ ഈ രാത്രി സമയങ്ങളിൽ നമുക്ക് ഒച്ചിനെ പിടിക്കാൻ കഴിയും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു പെസ്റ്റിസൈഡ് പറഞ്ഞിരുന്നു, ആ സാധനം നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഒച്ചിനൊക്കെ നിയന്ത്രിക്കാം. മറ്റ് കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് പ്രതിരോധിക്കാം. മറ്റ് കീടനാശിനികളൊക്കെ ഒന്ന് പ്രയോഗിച്ച് നോക്കുക. എപ്പോഴും മഴക്കാലങ്ങൾ നമ്മൾ ചെടികൾ നിരീക്ഷിച്ചിട്ടില്ലെങ്കിൽ മഴക്കാലങ്ങളിലൊക്കെ ധാരാളം ചിത്രശലഭത്തിന്റെ ലാർവകളൊക്കെ വന്നിട്ട് നമ്മുടെ ചെടി നശിപ്പിക്കാറുണ്ട്. ചിത്രശലഭത്തിന്റെ ലാർവകൾ മിക്കതും മഴക്കാലങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പൊ ഈ സീസണ് അവറ്റകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു സീസണാണ്, മുട്ടയിടുന്ന ഒരു സീസണാണ് മഴക്കാലം. അപ്പൊ ആ ഒരു സമയം നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം. കീടങ്ങൾ ധാരാളം വരുന്ന സീസണാണ്, അപ്പൊ നോക്കുക. പിന്നെ വളം നൽകുന്ന കാര്യം, പലപ്പോഴും മഴക്കാലങ്ങളിൽ പുറത്ത് നിൽക്കുന്ന ചെടികൾക്ക് നമ്മൾ വളം, ചട്ടിയിലൊക്കെ ഉള്ള ചെടികൾക്ക് വളം കൊടുത്തു കഴിഞ്ഞാലും വളം ശരിക്കും ചെടികൾക്ക് കിട്ടാറില്ല. അത് മഴ പെയ്യുമ്പോൾ കുത്തിയൊലിച്ച മഴവെള്ളത്തിന്റെ കൂടെ ആ വളം എല്ലാം പോകും. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുക, മഴയില്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ വളം സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെടികൾക്ക്. മഴയില്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ചെടി അത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ ഒരുപാട് പഴത്തൊലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെടിയുടെ ചോട്ടിലിട്ട് മണ്ണിട്ട് മൂടി കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത് സ്ലോ റിലീസിങ് ഫെർട്ടിലൈസർ ആണ്. അപ്പോൾ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആ പഴത്തൊലിയിൽ നിന്നൊക്കെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാം. മഴക്കാലങ്ങളിൽ ചെടിച്ചട്ടിയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മഴക്കാലങ്ങളിൽ യൂസ് ചെയ്യാം. രാസവളം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒലിച്ചു പോകാൻ ഒരു ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ജൈവവളത്തിലേക്ക് പോകുന്നത്. ജൈവവളം ആകുമ്പോൾ സ്ലോ റിലീസിങ് ആയത് കാരണം നമുക്കത് വളരെ പെട്ടെന്ന് എഫക്റ്റീവ് ആക്കി എടുക്കാൻ പറ്റും. അത് നമുക്ക് വളം ചെയ്യാം. വളം ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, മഴയില്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ വളം കൊടുക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് വളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയങ്ങളിലും മഴ ഇല്ലാത്ത സമയങ്ങളിൽ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. സാധാരണ രാവിലെയൊക്കെ മഴ കുറവാണെങ്കിൽ രാവിലെ ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. ചില ദിവസങ്ങളിൽ തെളിഞ്ഞ ദിവസങ്ങളുണ്ടാവല്ലോ, ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വളം ചെയ്ത് കൊടുക്കാം.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ മഴക്കാല കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഇതിലും കൂടുതലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.